നമസ്കാരം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതും സുരേഷ് ഗോപി MP ആയതുമൊന്നും പലർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെ, അത് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും ശരി, പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MP സ്ഥാനം ഒഴിച്ച് മന്ത്രിസ്ഥാനം അടക്കമുള്ളവ രാജിവെക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പലവട്ടം കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അധികാരത്തിലേറിയ രണ്ടാം ദിവസം മുതൽ കേൾക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുതൽ കേൾക്കുന്നതാണ് കേന്ദ്രമന്ത്രി സ്ഥാനം, സഹമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ളത്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം ഒരിക്കലും സുരേഷ് ഗോപി എടുക്കില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. അദ്ദേഹം ഏറ്റെടുത്ത ചില സിനിമകളുണ്ട്. ആ സിനിമകളുടെ തിരക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർബന്ധത്തിന് മുന്നിൽ അത് അനുസരിക്കാതിരിക്കാൻ തരമില്ലായിരുന്നു സുരേഷ് ഗോപിക്ക്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും എത്തി. സിനിമകളുടെ തിരക്ക് കഴിയുന്നതുവരെ സഹമന്ത്രിയായി തുടരണമെന്നാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തും. ക്യാബിനറ്റ് പദവി എന്നതാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ആ പദവി അദ്ദേഹത്തിന് സിനിമാ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷം ലഭിക്കും. കേരളത്തിലെ അനുകൂല സാഹചര്യം പരമാവധി മുതലാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാഹചര്യമുള്ള ടൂറിസം വകുപ്പിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും മോദിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നതും കാണുന്നതും. കാരണം തോൽപ്പിച്ചത് ചില്ലറക്കാരെയല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. ഈ ആക്ഷൻ ഹീറോയുടെ മിന്നും ജയത്തിന് പിന്നിൽ അത്തരത്തിലുണ്ട്. K. മുരളീധരനും VS സുനിൽകുമാറിനെയും പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം എത്തിയത്. BJPയെ സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമി എക്കാലവും ഒപ്പം നിൽക്കുമെന്ന വിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി തെറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവി ഉൾപ്പെടെയുള്ള അപായ സൂചനയും പാർട്ടിക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമി കൈവിട്ടു തുടങ്ങിയപ്പോഴും അപ്രതീക്ഷിതമായിട്ട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വലിയ സ്വാധീനം, പ്രതീക്ഷിച്ചതിലും കൂടുതൽ പിന്തുണ അത് ലഭിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ്. ഇതിനിയും വർദ്ധിപ്പിക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. അതായത് മോദി അതിനു വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ കേരളത്തിലും സർക്കാർ രൂപീകരിക്കണമെന്ന സന്ദേശമാണ് തൃശ്ശൂരിലെ വിജയം BJPക്ക് നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മണ്ഡലത്തിലെ വിജയം രാഷ്ട്രീയ വോട്ടുകളുടെ ഒപ്പം സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൂടി ഒന്നിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്നും പാർട്ടിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വേണ്ട പോലെ പരിഗണിക്കപ്പെടാതിരിക്കുകയും എന്നാൽ വലിയ സാധ്യതയുള്ളതുമായ ടൂറിസം വകുപ്പിൽ തന്നെ സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ സൂചനകളാണ്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിനൊടുവിൽ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു കയറിയ സുരേഷ് ഗോപിക്ക് 2 വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ സഹമന്ത്രി പദവിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം എന്ന് പറയപ്പെടുന്നത്. ഈ വകുപ്പിൻ്റെ സഹമന്ത്രി പദം കേരളത്തിൽ കൂടുതൽ വേരുറപ്പിക്കുവാൻ BJPയെ സഹായിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വമടക്കം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ്. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, ടൂറിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. മോദിയുടെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ തരംഗമായി മാറുകയും ചെയ്തിരുന്നു. ഇനിയും ശ്രദ്ധ കിട്ടാത്ത ഒരുപാട് മേഖലകൾ കേരളത്തിലെ ടൂറിസം മേഖലയിൽ ഉണ്ട് എന്നും വൈവിധ്യമാണ് കേരളത്തിലെ ടൂറിസത്തിൻ്റെ സാധ്യതയെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദം, തീരദേശ മേഖല, മലയോര മേഖല, ആത്മീയ ടൂറിസം എന്നീ മേഖലകളിൽ വലിയ സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നും സാമൂഹികമായിട്ടുള്ള സാഹസിക ടൂറിസം മേഖലയിലും വലിയ സാധ്യതയുണ്ട് എന്ന് കൂടി പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കി കൂടുതൽ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിനും BJPക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJPയുടെ ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നത് പോലും. കാരണം ഈ ടൂറിസത്തിലെ പശ്ചാത്തല വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് രാഷ്ട്രീയമായിട്ട് BJPക്ക് വലിയ ഗുണം ചെയ്യും, അല്ലെങ്കിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുമെന്നതിനാൽ സംസ്ഥാന സർക്കാരിനെ ഒപ്പം നിർത്തുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാകില്ല എന്നുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറ്റുമെന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അടക്കമുണ്ട്. ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും ടൂറിസം രംഗത്തെക്കുറിച്ച് പറയുന്നത്. ടൂറിസം മേഖലയിൽ വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായും വലിയ മാറ്റത്തിന് വഴിവെക്കും.
മാത്രമല്ല വികസന മോഡലാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ BJP അല്ലെങ്കിൽ NDA ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ്റെ നിയമനത്തിലും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകളിലും ഉൾപ്പെടെ BJP ലക്ഷ്യമിടുന്നത് സാമൂഹികമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക കേരളത്തിൽ എന്നുള്ളതാണ്. സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ജോർജ് കുര്യന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരളത്തിൽ BJPക്ക് ഇനിയും പൂർണ്ണമായിട്ട് പിടികൊടുക്കാത്തത് എന്ന് പറയപ്പെടുന്ന ന്യൂനപക്ഷമാണ്. ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിലും അത്ര കണ്ട് മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ കടന്നു ചെല്ലുവാനോ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. CAAയും ഏക സിവിൽ കോഡ് പോലുള്ള BJP അജണ്ടകളുടെ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ അതത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാജയത്തിന് ഉൾപ്പെടെ കാരണമായത് ഈ തീരദേശ മേഖലയിലെ വോട്ടുകളാണ് എന്നുള്ളതാണ്. ഫിഷറീസ് വകുപ്പിൻ്റെ സഹമന്ത്രി പദവി ജോർജ് കുര്യന് നൽകുമ്പോൾ തന്നെ അത് തീരദേശ സമൂഹത്തെ സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്നാൽ കാലങ്ങളായി തീരദേശ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടാൻ ജോർജ് കുര്യന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാഗർമാല പോലുള്ള പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന പ്രാധാന്യമുണ്ടല്ലോ, വളരെ വലിയ പ്രാധാന്യം നൽകുന്നു. അതിൻ്റെ ഗുണങ്ങൾ പക്ഷേ കേരളത്തിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിലെ തീരദേശവാസികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ശക്തമാണ്. ന്യൂനപക്ഷവും ഫിഷറീസും ജോർജ് കുര്യൻ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും അതിലൂടെ തീരദേശ സമൂഹത്തെയും ഒപ്പം ന്യൂനപക്ഷങ്ങളെയും അല്പമെങ്കിലും BJPയുമായി അടുപ്പിക്കുവാൻ കഴിയുകയും ചെയ്താൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുറഞ്ഞപക്ഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിലുൾപ്പെടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറി വിള്ളലുണ്ടാക്കാൻ BJPക്ക് നേട്ടമുണ്ടാക്കുവാനും ജോർജ് കുര്യന് നൽകിയിട്ടുള്ള പദവികളിലൂടെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ അത് കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. അത് സാധ്യമാക്കി കൊടുക്കേണ്ട ബാധ്യത ഈ രണ്ടുപേർക്കുമുണ്ട്. കേന്ദ്രമന്ത്രിമാരായി ഇവിടെ ചാർജ് എടുക്കപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേരളത്തിൻ്റെ ഭരണം എങ്ങനെയാണ് തിരിച്ചു നിയമസഭയിലേക്ക് എത്തപ്പെടുമ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ BJPയുടേതാകണമെന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വരുന്ന 2026 തിരഞ്ഞെടുപ്പുകളിൽ തീരദേശ മേഖലകളിലും ന്യൂനപക്ഷങ്ങളുടെ പ്രീണനത്തിലും ഉൾപ്പെടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഉൾപ്പെടെ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ ഇപ്പോൾ മന്ത്രിയാക്കിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ന്യൂനപക്ഷങ്ങളുടെയും ഒപ്പം തന്നെ തീരദേശവാസികളുടെയും അടക്കമുള്ള വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കി ആ വോട്ട് ബാങ്കുകൾ തുറന്ന് BJPക്ക് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും അതിലൂടെ BJPക്ക് ഗുണകരമായിരുന്ന അവസ്ഥ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയെപ്പോലൊരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ടൂറിസം മേഖലയും പെട്രോളിയം മേഖലയും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടൂറിസം ഒരു വലിയ പാക്കേജായി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പോലും കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ സംസ്ഥാന ഭരണം കൂടി BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രണ്ട് നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വലിയ ചിന്തകളോടുകൂടി വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെയും ഒപ്പം ജോർജ് കുര്യനെയും കേന്ദ്ര സഹമന്ത്രിമാരായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. പക്ഷേ അത് വരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിയെ ഒതുക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ചില ഷൂട്ടിങ്ങുകൾ ബാക്കി വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും 2 വർഷം, അതായത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പക്ഷേ സുരേഷ് ഗോപി നിയമസഭയുടെ മുഖമായി മാറും. സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകും. കാരണം മോദിക്ക് അത്രയ്ക്കും പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ ആയിരിക്കും നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്താൻ പോകുന്നതും മറ്റാരുമല്ല സുരേഷ് ഗോപി ആയിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ചില പ്രതീക്ഷകൾ കൂടി ഇപ്പോൾ കേന്ദ്രം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല മോദിയും കേരളത്തിൽ BJPയുടെ ഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BJPയുടെ ഭരണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നതും ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതും മറ്റാരുമായിരിക്കില്ല, സുരേഷ് ഗോപി ആയിരിക്കും.